ഞാൻ ഇന്നും ഓർക്കുന്നു. ഒറ്റ കുത്തേ കുത്തിയുള്ളൂ. ഇരട്ടച്ചങ്ങ മമ്മു താഴെ. അല്ലേലും കാളനാമോ പണ്ടേ രണ്ടും കൽപ്പിച്ചവനാ. ജയിലിൽ നിന്ന് വിട്ടു. രാവിലെ കടവത്ത് വെച്ച് കണ്ടെന്ന് എന്റെ മോൻ പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വന്നാൽ എന്തൊക്കെയാണാവോ നടക്കാൻ പോണേ. ശങ്കര, നീ അന്ന് സാക്ഷി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ദാമു രക്ഷപ്പെട്ടു പോയാനെ. പോലീസ് കൊണ്ടുപോകുമ്പോഴും നിന്നെ തുലച്ചു കളയെന്ന് പറഞ്ഞാ പോയത്. എന്നെ ഒരു പുല്ലും ചെയ്യത്തില്ല. എന്റെ മേത്തും ചോര തന്നെ ഓടണം. നീ പോടേ. അയ്യോ, കാളദാമു. അതേടാ, കാളദാമു തന്നെ. ദാമുവിനെതിരായി നീ സാക്ഷി പറയും. അല്ലടാ പട്ടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. താമസ സൗകര്യം വല്ലതും ആയോ? തൽക്കാലം ഇവിടെ താമസിക്കുന്നു, സർക്കാർ ചിലവിൽ. ബിന്ദു ഇവിടെ വരൂ. എന്തിനാ ബിന്ദു കരയുന്നത്? രാഘവ എപ്പോഴും എന്നെ കളിയാക്കുന്നു. ഞാൻ അച്ഛനില്ലാതെ ഉണ്ടായതാണെന്ന്. രാഘവൻ ഇവിടെ വരൂ. എടാ, നീ ഇവിടെ വരുന്നത് പഠിക്കാനോ അതോ അച്ഛനെ അന്വേഷിക്കാനോ? ആ കുട്ടിക്ക് അച്ഛനില്ലാത്തോണ്ട് പറഞ്ഞതാ. നിന്നോട് ആര് പറഞ്ഞതൊക്കെ അന്വേഷിക്കാൻ? നീ ഇങ്ങനെ കിടങ്ങും. പിന്നെ അങ്ങനെ അങ്ങനെ അവിടെ പോയിരിക്കേ. സാറ കുട്ടിയെ അടിക്കണ്ടായിരുന്നു. അവൻ പറഞ്ഞ തെറ്റൊന്നുമില്ല. തന്നെയുമല്ല, അവന്റെ അച്ഛൻ വണ്ടിക്കാരൻ ദാമോദരൻ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ചട്ടമ്പിയാ. ഇരട്ടച്ചങ്ക മമ്മുനെ ഒറ്റ കുത്തിന് കൊന്നവനാ. സാറേ, സംഗതി ആകെ കുഴപ്പത്തിലായി. സാർ എന്തിനാ ആ കാളദാമുവിന്റെ മകനെ തല്ലിയത്? തല്ലിയത് കാര്യമുണ്ടായിട്ട് അതിനിപ്പോഴെന്താ? സാറിനെ തിരക്കി അവന്മാർ സ്കൂളിൽ വന്നിരുന്നു. സാറേ, അവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാടാ ഇവിടെ ഈ തല്ലുകാരൻ വാദ്യാര്? താനാണോ? അപ്പോഴേ വാദ്യാരെ, താൻ ഇതേവരെ തല്ലു കൊടുത്തിട്ടല്ലേ ഉള്ളൂ, കൊണ്ടിട്ടില്ലല്ലോ? ഇതുവരെ കൊള്ളേണ്ടി വന്നിട്ടില്ല. പിന്നെ വേണ്ടി വന്നാൽ കൊള്ളണമല്ലോ. ഓഹോ, അപ്പൊ താൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുകയാണല്ലേ? ആ, എന്ന് പറയാം. അപ്പോഴേ താനൊന്ന് എണീറ്റേ, നമുക്കൊന്ന് ശരിക്ക് പരിചയപ്പെടാം. അതിനെന്താ, പരിചയപ്പെടാമല്ലോ. അയ്യോ വേണ്ട സാർ, ഉണ്ടിട്ട് എഴുന്നേറ്റാ മതി. ഇനി അവനതി ഉണ്ണേണ്ടി വരില്ലടി. താൻ എന്റെ കൊച്ചിനെ തല്ലും അല്ലേ? തെറ്റ് ചെയ്താൽ ആരുടെ കുട്ടിയെന്നില്ലല്ലോ. അപ്പൊ ആരുടെ കുട്ടിയായാലും നീ തല്ലും അല്ല പട്ടി? സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് തല്ലാനല്ല അവനെ ഞാൻ വളർത്തുന്നത്. അവനെ ചോറ് കൊടുക്കുന്നത് ഞാനാ, നിന്റെ തന്തയല്ല. പിന്നെ ഞാനൊരു അധ്യാപകനാണെന്ന് കരുതി എന്റെ കൈമടക്കി പാക്കറ്റിലിട്ടിരിക്കുകയാണെന്ന് കരുതരുത്. നീ എന്താ പേടിപ്പിക്കുന്നു?
ദാമോണ്ണ നമുക്ക് പോവാം. നമുക്ക് അവനോട് പിന്നെ പകരം ചോദിക്കാം. എന്റെ കത്തി കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ കീച്ചേനെ. അയ്യോ എന്റെ കത്തി. എടോ അധ്യാരെ, നീ കരുതിയിരുന്നു നീ കവതാമുനെ നോവിച്ചുവിട്ട. അല്ലെങ്കിൽ ഇയാളങ്ങ് മൂക്കി വലിച്ചു കയറ്റിക്കളെ. ഒന്ന് പോടാ അവിടുന്ന്. പോടാ. ഞാൻ അക്കരെയായിരുന്നു. അറിഞ്ഞ ഉടനെ വന്നു. സാറിനൊന്നും പറ്റിയില്ലല്ലോ. ഓ സാരമില്ല. നിങ്ങൾ അറിഞ്ഞോ പുതുതായി വന്ന സാർ ദാമോദരനെ തല്ലിയത്? അറിഞ്ഞു. ആ സാറിപ്പോ തുളസിയുടെ കൂട്ടത്തിലാ. അവൾക്ക് വേണ്ടിയാ തല്ലിയത്. അവളുടെ കണ്ണും ചിരിയും കണ്ടാൽ ആരാ വീഴാത്തത്? എന്നാലും അയാളൊരു വാദ്യാര് സാറല്ലേ. അതേ ഒരു കാര്യം, വള്ളത്തിരുന്ന് പോക്കൃത്ത് പറയാൻ മണ്ടയ്ക്കാൻ വീക്കും. ദാമോദരൻ വല്ല റൗഡിയല്ലേ, ഇരട്ടച്ചങ്ങനെ ഒറ്റക്കുത്തിരി വളർത്തിയവനല്ലേ. എന്നിട്ട് എന്താ വാലി ചുരുട്ടിയത്? ആ സാറേ മുലപ്പാല് കുടിച്ച് വളർന്നവനാ. മനസ്സിലായോ? അവന്റെ ഒരു അഹങ്കാരം. വെളിനാട്ടിൽ കിടന്ന വാണാല് വാദ്യാര് ഇവിടെ വന്ന് കിടന്ന് വിളയണ കണ്ടില്ലേ? അവൻ പിള്ളേരെ പഠിപ്പിക്കുന്നില്ല നീ, അവൻ പിള്ളേരെ നശിപ്പിക്കാ ചെയ്യുന്നു. ക്ഷമിക്കുന്നതിന് ഒരു അതിലുണ്ട്. ഞാൻ കൈകളൊന്നും നീ എന്നെ തല്ലിയല്ലേ? അമ്മേ, സാറിനോട് വലിയ ഇഷ്ടാ. ഇനി എന്റെ മോള് പിള്ളേര് കളിയാക്കിയ സാറിനോട് പറയരുത് കേട്ടോ. ഞാൻ പറയും, സാറ് നല്ല അടി കൊടുക്കും. ദേ ഇവിടെ നോക്ക്, ഞാൻ പറയുന്ന അനുസരിക്കണം. ആരെന്ത് പറഞ്ഞാലും സാറിനോട് ഒരു അക്ഷരം പറയരുത്. പറയുവോ? ഇല്ല. നല്ല മോള്. ഒന്ന് പതുക്കെ പോതെങ്കിൽ ഇങ്ങനെ ഓടിയാൽ ഞാൻ വീഴും. മിടുക്കി. കണ്ടോ കണ്ടോ, ഇങ്ങനെ ആടിന്റെ സ്വഭാവം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ ഇത്ര ചിരിക്കാൻ? പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യും? ആടിന്റെ സ്വഭാവം കാണിക്കാതെ നാനയുടെ സ്വഭാവം കാണിക്കും. ഓ, ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് നിന്നത്? ഇവിടെ വന്ന് നിന്നത് നിന്നെ കാണാനാ. നീ എന്താ ഇന്ന് രാവിലെ ചായ കൊണ്ടുവരാൻ? ചായ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അച്ഛൻ കണ്ടു. അച്ഛൻ വലിയ കാര്യത്തിൽ അത് വാങ്ങിയാൻ കുടിച്ചു. ചായ ഇല്ലെങ്കിലും നിനക്കൊന്ന് വന്നുകൂടായിരുന്നു മാളു. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ. നോണ, ഈ രായപ്പേട്ടൻ ചുമ്മാ പറയാ. ഞാൻ നിന്നോട് നുണ പറയുമോ? ഇപ്പൊ തന്നെ ഗോപാലിനെ വള്ളവിപ്പിച്ചിട്ടാ വന്നത്. രാവിലെ നിന്റെ അച്ഛൻ അക്കരയ്ക്ക് പോകുന്നുണ്ടല്ലോ. എവിടെ പോയതാ? അമ്മായിയുടെ അടുത്ത് പോയതാ. വൈകിട്ടേ വരൂ. അങ്ങനെ വരട്ടെ. അപ്പോ നമുക്ക് പതുക്കെ പോയാ മതി. ഓ, ആ കിളവിന്റെ ശല്യമില്ലാതെ ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് ഒന്നിച്ചു പോകാം. ഒരു വല്ലാത്ത ശല്യം തന്നെ നിന്റെ അച്ഛൻ. ഇതെന്താ ഇത്? ആട്. ആട്? വെക്കാൻ. അപ്പൊ പിന്നെ ഇതോ? പാവമ്മയാ സാറ്. സ്റ്റാഫ് റൂമിലാ കിടക്കുന്നത്, ബെഞ്ചിന്റെ പുറത്ത്. ഇവിടെ താമസിപ്പിച്ചാൽ മനുഷ്യര് അപവാദം പറയില്ലേ മോളെ? എന്ത് അപവാദം പറയാൻ? അഥവാ പറഞ്ഞ നമുക്കെന്താ? ഗോപി സാർ നല്ല മനുഷ്യനാണ്, നമ്മുടെ ബാലേട്ടനെ പോലെ. വെറുതെ വഴിയെ പോണ വയ്യാവേലി വലിച്ച് തലയഴിക്കണ്ട.
എനിക്കതേ പറയാനുള്ളൂ. പിന്നെ മോളെ ഇഷ്ടം പോലെ. അതിലൊരു ഒപ്പിട്ടെ. കാര്യം പാലം. പാലോ? ആ പുഴയിലൊരു പാലം പണിയാൻ. വെറുതെ ഒപ്പിടാൻ കിട്ടുമില്ല, കിട്ടത്തില്ല. എടോ, ഇത് പൊതുക്കാര്യമാണ്. എന്റെ സ്വന്തം കാര്യമായത് കൊള്ളാം. ഒപ്പിടണോ? കിട്ടോ? ഈ കാര്യത്തിൽ ചിറ്റുപ്പിളിയുടെ ഒപ്പ് അത്യാവശ്യമാണ്. എടോ കുഷ്ടപിള്ളേ, ഇത് പാലം പണിയാനുള്ളതല്ല. തന്റെ ഗോപി സാറിനെ സ്ഥലം മാറ്റാനുള്ള അപേക്ഷ. താൻ അയാളുടെ ചിങ്കിടിയാണല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്നാലേ ഞാനത് ഒപ്പിട്ടിട്ടില്ല. കണ്ണു തുറന്ന് കടലാസ് നോക്ക. ഒപ്പിട്ടത് ഏതോ ഒരു കൃഷ്ണൻകുട്ടിയാ. എടാ, ഞാൻ പിയൂണാണെങ്കിലും എനിക്ക് ഉണ്ടടാ കുറച്ചൊക്കെ വിവരം. ഞാൻ നീ അന്നേരം ചോദിച്ചേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, സല്ല ടീച്ചറോ? എന്താ ഇത്ര നേരത്തെ? ഒന്നുമില്ല, സാറിന്റെ വാച്ച് നഷ്ടപ്പെട്ടു എന്ന് കേട്ടു. ഇവിടെ ഒരടച്ചുകെട്ടും പൂട്ടും ഇല്ലാത്ത സ്ഥലമാണ്. ഓ, അതൊന്നും സാരമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ എങ്കിൽ ഇവിടെ തുടരുന്ന തന്നെ അപകടമാണ്. ആ ഹോട്ടലിലെ ഊണ്, ദാമോദരനെയും കൂട്ടുകാരുടെയും ശല്യം. അയാൾ വല്ലാത്ത ഒരുത്തനാ. ഓ, അത്രേ ഉള്ളൂ. സാറിന് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. എന്താ ഒന്നും പറയാത്തത്? എന്തോ പറയാൻ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞങ്ങൾ ഈ നാട്ടുകാരാ. വല്ലയിടത്തും വന്നവനൊക്കെ ഇവിടെ കൊടികുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. തെറ്റ് കണ്ടാൽ അധ്യാപകർ ശിക്ഷിച്ചെന്നിരിക്കും. അതിനെ രക്ഷകർത്താക്കൾ പ്രതിഷേധിക്കുന്നത് ശരിയല്ല. എവനൊക്കെ അധ്യാപകന് പകൽ മുഴുവൻ കള്ളുഷാപ്പില്, രാത്രിയില്ല വേശിയുടെ വീട്ടിൽ. അവൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. തല്ലാൻ പറഞ്ഞാ തല്ലും, കൊല്ലാൻ പറഞ്ഞാ കൊല്ലും. ഞാൻ തീർച്ചു. അവിടെ ഊണ് കഴിക്കുന്നു എന്നല്ലാതെ. അവിടെ ഊണ് കഴിക്കുന്നവർ ഏത് തരക്കാരാണെന്ന് ചിന്തിക്കണം. സാറിന് അവിടെ കയറി ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാം. ഒരു പരിധി വരെ എനിക്കൊരു ഇടപെടാൻ പറ്റൂ. സാർ ഇടപെടണ്ട. ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ ഇങ്ങോട്ട് അയക്കില്ല. ഇത് കണ്ടോ, നാട്ടുകാർ 500 പേര് ഒപ്പിട്ട പരാതിയാ. ഇത് ഇന്ന് തന്നെ ടിവിയിലേക്ക് അയക്കും. ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് ഉപദേശിക്കാം, താക്കീതും ചെയ്യാം. അത് കഴിഞ്ഞ് പരാതി അയച്ചാ പോരെ? പോരാ, ഇത് ഇന്ന് തന്നെ അയക്കും. മുകളിൽ നിന്ന് ഇതേപ്പറ്റി സാറിനോട് ചോദിക്കും. അവൻ അനുകൂലമായി സാർ ഒരു അക്ഷരം പറയരുത്, എഴുതുകയും വരുത്. അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. എന്നാൽ സാറും അയാൾക്ക് സൈഡ് നിന്നോ, നോക്കിക്കോ എന്താ വരാൻ പോകുന്നതെന്ന്. പ്രേരിപ്പിക്കാതാമോ? ഞാനീ നാട്ടുകാരനാണ്. വേണ്ടത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തനിക്കണം വന്നാലോ? ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. വരടാ. തുളസി പിന്നെ എന്താ മാളു? വിശേഷങ്ങൾ അറിഞ്ഞോ? എന്താ മാളു? ആ ദാമോദരനും കൂട്ടരും സാറിനെതിരായി ഒപ്പിടിവെക്കുന്നു. പള്ളിക്കുറത്തിൽ ചെന്ന് 1-ാം സാറിനെ കണ്ടെന്നും കേട്ടു. ഒരു ചോണക്കുട്ടനാ സാറ്. ദാമോദരന്റെ എട്ടുകളിയൊന്നും സാറിന്റെ അടുത്ത് നടക്കില്ല. ഇനി അടിപൊളി ഉണ്ടാവുമോന്നാ എന്റെ പേടി. ഇനിയും ഉണ്ടാവണമെന്നാ എന്റെ ആശ. അതെന്താ അടിപെണ്ണേ? ഇനി ഒരു അടിപിടി ഉണ്ടായാലേ ദാമോദരന്റെ നടു ഓടിഞ്ഞത് തന്നെ. ആ, നിന്റെ കല്യാണം എന്നാ അടിപെണ്ണേ? ഉടനെ വേണമെന്നാ എന്റെ ആശ. പക്ഷേല് അച്ഛൻ പറയണു മുത്തിയുടെ തുള്ളല് കഴിയട്ടെ എന്ന്.